രാഷ്ട്രീയ സമ്മർദ്ദത്തിലാണ് അറസ്റ്റ് എന്ന അഭിലാഷം സംവിധായകൻ ഷംസു സൈബ. എം എ ബേബിയുടെ മരുമകളുടെ സഹോദരിയാണ് പരാതിക്കാരിയായ ആൻ സരിക. ഇന്നലെ മുൻകൂർ ജാമ്യം പരിഗണിക്കാനിരിക്കെയാണ് 17 രാത്രി വാതിൽ കുത്തിപ്പൊളിച്ച് അറസ്റ്റ് ചെയ്തതെന്നും ഷംസു മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. വിഷ്ണു പ്രകാശ് ചേരുന്നുണ്ട് നമുക്കൊപ്പം. വിഷ്ണുവിനൊപ്പം ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളും സംവിധായകനും ഒപ്പമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. എന്താണ് ഈ സംവിധായകന് പറയാനുള്ളത്? ഈ രാഷ്ട്രീയ പ്രേരിതമായാണ് ഇത് ഉണ്ടായതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും സംഭവമുണ്ടോ? മോത്തി, ഇന്നലെ ഒരു കേസ് വരുമ്പോൾ തന്നെ ഇതിൽ പ്രധാനമായും ഈ നിർമ്മാതാവ് ഈ സംവിധായകനെതിരെ നൽകിയ പരാതി, ഇതിന്റെ ഹാർഡ് ഡിസ്കിന്റെ കോപ്പി സംവിധായകൻ ഉൾപ്പെട്ട ആളുകൾ അവർ കൈവശപ്പെടുത്തി എന്നുള്ളതും, അതുപോലെ തന്നെ ഈ നിർമ്മാണത്തിന് നേരത്തെ കരാറിൽ പ്രകാരം ഉണ്ടായിരുന്ന തുക അത് കവിഞ്ഞുപോയി എന്ന ഒരു പരാതിയിലാണ് ഈ ഷംസു സൈബയെ അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ഇന്നലെയാണ് ഇദ്ദേഹത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ 17-ാം തീയതി രാത്രിയാണ് അറസ്റ്റ് ചെയ്യുന്നത്. 18-ാം തീയതി, അതായത് ഇന്നലെ മുൻകൂർ ജാമ്യം പരിഗണിക്കാൻ കോടതി ഇരിക്കവേ തന്നെ പോലീസ് ധൃതിപ്പെട്ട് വരികയായിരുന്നു. പിന്നീട് ഇന്നലെ ജാമ്യം തേടി പുറത്തിറങ്ങുമ്പോഴും ഇദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ പറഞ്ഞത് ഇതിലൊരു ബാഹ്യ സമ്മർദ്ദം ഉണ്ടായിരുന്നു, രാഷ്ട്രീയമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഈ ആൻ സരിക എന്ന നിർമ്മാതാവ് എന്ന് പറയുന്നത് CPFന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം എ ബേബിയുടെ മരുമകളുടെ സഹോദരിയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രഷറിലാണ് പോലീസ് ഇദ്ദേഹത്തെ ത്വരിതപ്പെട്ട് അറസ്റ്റ് ചെയ്തത്. വാതിലടക്കം കുത്തിപ്പൊളിച്ചു, ഫ്ളാറ്റിന്റെ വാതിലടക്കം കുത്തിപ്പൊളിച്ചാണ് അറസ്റ്റ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട്, ഈ ഷംസു സൈബ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഒരു എം എ ബേബിയുടെ സഹോദരി, മരുമകളുടെ സഹോദരിയാണ് ഈ നിർമ്മാതാവ്. അതായിരുന്നു പോലീസിന് മേലുണ്ടായിരുന്ന ഒരു പ്രഷർ. എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് പുറത്ത് നിൽക്കുന്ന സമയത്ത് ഞാനൊരു സാധാരണക്കാരനായിട്ടുള്ള പൗരനാണ്. അപ്പം തൊട്ടടുത്ത ദിവസം എനിക്കൊരു ജാമ്യാപേക്ഷ പരിഗണനയിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ആ ദിവസം വരെ മുന്നോട്ട് പോകാൻ വേണ്ടി അറസ്റ്റ് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ഞാൻ അറിയുന്നത് എന്നെ ഇന്നേ ദിവസം അറസ്റ്റ് ചെയ്തേ പറ്റൂ എന്ന് പോലീസിന് കടുത്ത സമ്മർദ്ദമുണ്ട്. അത് ഉയർന്ന രാഷ്ട്രീയ സ്വാധീനമുള്ള മേഖലയിൽ നിന്നാണ് എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. ഞാൻ എന്നെ കൊണ്ടാവും ഇതുള്ള അന്വേഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ പോലീസ് ആ പ്രഷറിൻ്റെ പുറത്ത് തന്നെ ആയിരിക്കണം എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കിയത്. നേരത്തെ നിങ്ങൾ അവകാശപ്പെട്ട പോലെ ഇവർ തമ്മിലുള്ളൊരു ബന്ധം അത് ഉള്ളതാണ്. അത് ഇതിലേക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും എന്നാണ് എനിക്കിപ്പം ഇങ്ങനെ ഒരു ധൃതി പിടിച്ച് സ്റ്റേഷനിൽ എന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പം ഞാനൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകുമായിരുന്നു. ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചെത്തിയ ഉടനെ ഞാൻ സാറിനെ വിളിച്ചിട്ട് സ്റ്റേഷനിലേക്ക് വരാമെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള എന്നെ ഇങ്ങനെ ഇത്രയും, അതും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെടാൻ മാത്രമുള്ള വകുപ്പുകളൊന്നും ഇതിലില്ല എന്നുള്ളതാണ് എൻ്റെ വക്കീൽ എന്നോട് പറയുന്നത്. അപ്പം എന്തായാലും ഉറപ്പായിട്ടും ഒരു വലിയ സ്വാധീനം ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. ഈ എം എ ബേബി അടക്കം ഉള്ള ഇപ്പോൾ നിങ്ങളുടെ സിനിമയുടെ സെറ്റിൽ വന്ന ചിത്രങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അത് ഈ ഒരു നിർമ്മാതാവായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ വരുന്നത്? അത് ശ്രീ സഖാവ് എം എ ബേബി ലൊക്കേഷനിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ തമ്മിൽ അടുത്ത ബന്ധമാണ്. മീൻസ് ആൻ സരികയുടെ സഹോദരിയുടെ ഭർത്താവ് എം എ ബേബിയുടെ മകനാണ്. അവർ ലൊക്കേഷനിൽ വിസിറ്റ് ചെയ്യുകയും നമ്മളെയും താരങ്ങളൊക്കെ കണ്ട് പരിചയപ്പെടുകയും ഈ സിനിമയിലുടനീളം പുള്ളിക്കാരൻ്റെ ഒരു സപ്പോർട്ടൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് ശരിക്കും വിചിത്രമായിട്ടുള്ളൊരു പരാതിയാണ്. ഒരു മുൻപൊന്നും ഇങ്ങനെ സിനിമകൾ കണ്ടിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും നിങ്ങളിങ്ങനെ ഒരു നിർമ്മാതാവ് തന്നെ, താങ്കളുടെ തന്നെ സിനിമയുടെ നിർമ്മാതാവ് ടാർഗറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും എൻ്റെ ഒരു കാരണം? നമ്മൾ ഈ സിനിമ തുടക്കം മുതൽ ഒരുപാട് തർക്കങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ആൻ സരിക മാത്രമല്ല സിനിമയുടെ നിർമ്മാതാവായിട്ടുള്ളത്. ശങ്കരു എന്ന പേരുള്ള ശങ്കർദാസ് സിനിമയുടെ നിർമ്മാതാവാണ്. സിനിമയുടെ 1ാമത്തെ ദിവസം രാത്രി നമ്മുടെ ലേഡി അസിസ്റ്റന്റ് ഡയറക്ടറുമായിട്ട് ശങ്കർദാസ് ഒരു ഇഷ്യൂ ഉണ്ടാവുകയും, ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് കിടക്കുന്നില്ല, അത് മറ്റൊരു കേസുമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ്. അത് നമ്മൾ ചോദ്യം ചെയ്യുകയും അതേസമയം ഒരു ലേഡി അസിസ്റ്റന്റ് ഡയറക്ടർക്ക് ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് ഈ വനിതാ പ്രൊഡ്യൂസർ സെറ്റിൽ നിന്ന് മുങ്ങുകയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ അന്നേ ദിവസം രാത്രി നിന്നുകൊണ്ടൊരു സിനിമ നമ്മൾ തർക്കങ്ങൾ പരിഹരിച്ച് ഈ പറഞ്ഞ എല്ലാ ദിവസവും ഓരോ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത് പരിഹരിച്ചാണ് നമ്മൾ ഈ സിനിമയിൽ ഉടനീളം ഷൂട്ടും കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ സമയങ്ങളിലൊക്കെ തർക്കങ്ങളായിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ മുന്നിൽ തർക്കമെത്തി അവിടെ നമ്മളിത് പരിഹരിച്ച് സിനിമ റിലീസ് ചെയ്തതാണ്. അപ്പം സ്വാഭാവികമായിട്ടും അന്നത്തെ ഒരു വ്യക്തിവൈരാഗ്യം ഉണ്ടാവും. പിന്നെ ഞാൻ അടുത്ത സിനിമകളായിട്ട് മുന്നോട്ട് പോവുകയാണ്. 3ഓളം പ്രൊജക്റ്റുകൾ ഞാൻ കമ്മിറ്റ് ചെയ്ത് അതിൻ്റെ പ്രീ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു ന്യൂസ് വരുന്ന സമയത്ത് എൻ്റെ കരിയർ ഇല്ലാതാക്കുകയാണ്, എൻ്റെ ഫ്യൂച്ചറിന് ഇനി എന്താവുന്നുള്ളത് എനിക്കറിയില്ല. കാരണം ആ രീതിയിലൊരു പ്രൊഡ്യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഡയറക്ടറല്ല ഞാനെന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവ്വ ശ്രമം ഇവരുടെ ഭാഗത്തുനിന്ന്. എൻ്റെ പ്രൊജക്റ്റുകൾ ഇവർ മുടക്കിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് പേർക്ക് പേയ്മെൻറ്റുകൾ പെൻഡിങ് ഉണ്ട്. അത് തരാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ടാവും. 1 വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഈ പരാതിയായിട്ട് കയറി വന്നതിൻ്റെ കാര്യം എന്താണെന്നറിയില്ല. ഇതിനെപ്പറ്റിയെല്ലാം നമ്മൾ മുൻപേ സംസാരിച്ച് തീർപ്പായി മുന്നോട്ട് പോയി സിനിമ റിലീസ് ചെയ്ത് ഒരു സംവിധായകൻ എന്ന രീതിയിൽ എൻ്റെ എല്ലാ കടമകളും തീർത്ത് ഞാൻ ഈ സിനിമയിൽ നിന്ന് അടുത്ത സിനിമയിലേക്ക് മുന്നോട്ട് പോകുമായിരുന്നു.
ഈ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ വാതിൽ കുത്തി പൊളിച്ചാണ് വന്നതെന്ന് പറയുന്നു. പിന്നീട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഈ ഒരു പ്രഷറിൻ്റെതായിട്ടുള്ള തരത്തിലുള്ള ഒരു ഇടപെടലാണോ ഉണ്ടായിരുന്നു നിങ്ങളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം? എനിക്ക് മനസ്സിലായത് പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ എനിക്കെതിരെ ഉണ്ടായിരുന്ന ഈ പറഞ്ഞ പരാതിക്കാരി എനിക്കെതിരെ കൊടുത്തിട്ടുള്ളൊരു ഇമേജിൻ്റെ പുറത്താവാം, അല്ലെങ്കിൽ ആ സമ്മർദ്ദത്തിൻ്റെ പുറത്താവാം പോലീസ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. എന്നെ ഫ്ലാറ്റിൽ കയറി എന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി തൊട്ടടുത്ത നിമിഷം ഞാൻ ഈ കംപ്ലീറ്റ്ലി കോപ്പറേറ്റ് ചെയ്ത് അവരോട് എൻ്റെ ഭാഗം ന്യായീകരിച്ച് സംസാരിച്ച് കൃത്യമായിട്ട് എൻ്റെ ഭാഗം സംവിധായകന്റെ പ്രതികരണം.